പശ്ചിമേഷ്യൻ സംഘർഷം 13-ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യ അടക്കം വിവിധ GCC രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം തുടരുന്നു. സൗദി റിയാദിലെ അൽഖർജിൽ വീണ്ടും ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ സൈറൺ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് SMS-ഓ അല്ലെങ്കിൽ സൈറനോ കേൾക്കുന്ന സമയത്ത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുന്നതിൽ ഒരു അലംഭാവവും കാണിക്കരുതെന്ന് അതോറിറ്റീസ് മുന്നറിയിപ്പ് നൽകുകയാണ്. വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ സൈറൻ കേൾക്കുന്ന സമയത്ത് പാലത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾക്ക് താഴെയോ ഒന്നും കൊണ്ടുചെന്ന് വാഹനം പാർക്ക് ചെയ്ത് അതിനകത്ത് ഇരിക്കരുത്. അത് സുരക്ഷിതമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മാർച്ച് 12-ാം തീയതി അറിയുന്ന മറ്റൊരു വിവരം, റഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ഇറാൻ നടത്തിയ സമാധാന ചർച്ചയിൽ ഉപാധികളോടെ തങ്ങൾ ആക്രമണം നിർത്താമെന്നുള്ളൊരു കാര്യം ഇറാൻ പറഞ്ഞതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഉപാധികൾ ഇതൊക്കെയാണ്: ഇറാനിൽ ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, തുടർന്ന് ഇസ്രായേലിന്റെയും US-ന്റെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് നൽകണം, ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കുകയും വേണം.